ഇപ്പോഴത്തെ MLA എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് സാധിപ്പിച്ച് തരാൻ ഞാൻ ഒരു രക്ഷയില്ല. ഞങ്ങൾ കണ്ടിരിക്കും പോകാനും കൂടി. എൻ്റെ സുഖമില്ലാത്ത താത്തിരിക്കണ കോലായിൽ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് MLA ഞങ്ങൾക്ക് ഇത് ശരിയാക്കി തരാൻ. ഞാൻ ഒന്നും ശരിയാവൂല. 28 വയസ്സായൊരു പെൺകുട്ടിയുണ്ട്. അതിനെ ഇവിടേക്ക് ഒരു വാതകരിക്കും കൊണ്ടുപോകാൻ പറ്റൂല. അവർക്ക് എല്ലാവർക്കും അറിയാം. വർഷക്കാലമായി കഴിഞ്ഞാൽ കൂട്ടപാലായനമാണ്. ഈ സമയമായി കഴിഞ്ഞാൽ തീരദേശത്ത് താമസിക്കുന്ന ആളുകളെല്ലാം കൂട്ടപാലായനം. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ എത്തിയപ്പോൾ ഈ തേനെ കണ്ടതാണ്. ഇത്ത ആശങ്ക നമ്മളുമായി പങ്കുവെച്ചതാണ്. എത്രയും പെട്ടെന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ഒന്നും ഉണ്ടായില്ലല്ലേ? ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ വീടും പോയി. ഒന്നും നോക്കാനില്ല. വീട്ടിൽ കിടക്കുക. എന്നാ എത്തത് വീട്ടിലേക്ക്? ഒരു പെരങ്ങളെ പോയാൽ നിങ്ങൾക്ക് എത്ര വിശപ്പുണ്ടാവില്ലേ? ആരും വരണില്ല, ആരും നോക്കണില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. സ്ഥലം ഞങ്ങൾ കണ്ടെത്തി വില്ലേജ് ഓഫീസറെല്ലാം വന്ന് നോക്കി പിടിച്ച് പോയതാണ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. സ്ഥലം തവളക്കുളം കഴിഞ്ഞ വർഷം ഇതേപോലെ വീട്ടില് ഉത്തരം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കൊല്ലൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കർക്കിടക മാസത്തിൽ തന്നെ ഇവിടെ കയറി പാർത്തു. കർക്കിടക കഴിയുന്നപ്പെട്ട് ഞങ്ങൾ വീട്ടിൽ കയറി പാർത്തു. ഈ പ്രാവശ്യം ഇപ്പം ഞങ്ങൾ വീട് പോയി. മഴ തുടങ്ങിയിട്ടുള്ളൂ. ഇവർക്ക് 10 ലക്ഷം പാസ്സായതാണ്. ആ 10 ലക്ഷം പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. മറ്റേ ഓഫീസർമാര് ഇവർ വീട് കണ്ടെത്തി എല്ലാം സ്ഥലം കിട്ടി. അതൊക്കെ വന്ന് നോക്കി പോയതാണ്. യുദ്ധകാലത്ത് ചെയ്യണ്ടേ? ഇവർക്ക് യുദ്ധകാലം ഇവർക്ക് സ്ഥലം കണ്ടെത്തി ഇവരെല്ലാം ചെയ്തു. സർക്കാരിന് കാണിച്ചു, ഗവൺമെന്റ് കാണിച്ചു കൊടുത്തു. 4 മാസമായിട്ട് ഇവർ നടക്കാണ്. ഇതിന്റെ പിന്നില് 4 മാസമായിട്ട് ഇവർ നടക്കാണ്. ഇവര് പുതിയ ഗവൺമെന്റ് വന്നിട്ട് കൂടി ഒരു രക്ഷയില്ല ഇവർക്ക്. എന്താ പറയാ? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഉമ്മാക്കൊന്നും പറയാനില്ല. തന്നെയാണ് ഉമ്മയുടെ വിഷമാണ്. ഉമ്മയുടെ വീട് ഇതല്ല ഉമ്മ വീട്. ഈ വീടിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ഇവിടെ താമസമുണ്ടായിരുന്നു. ഇത്ത ഉൾപ്പെടെ നമ്മളുമായി പ്രതികരിച്ചാണ്. പക്ഷേ ഈ വീടിൻ്റെ ഉമ്മറം ഇങ്ങനെ ആണെങ്കിൽ, അതായത് പുറകുഭാഗം സ്ഥിതി ഇതല്ല. പാടെ പൊളിഞ്ഞ് കടലെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ആ വീടിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. മുഴുവൻ ഭാഗവും കടലെടുത്തിരിക്കുകയാണ്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. എന്തായാലും ഈ സ്ഥിതിയാണ് ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾക്കുള്ളത്. എത്രയും പെട്ടെന്ന് ഒരു ഇടപെടൽ വേണം എന്നുള്ളത് തന്നെയാണ് ആ കുടുംബത്തിൻ്റെയും പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഇവർക്ക് വേണ്ട ശാശ്വത പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് നമുക്കും പറഞ്ഞു വെക്കാനുള്ളത്. നജീബിനൊപ്പം വി സോനകൃഷ്ണ, റിപ്പോർട്ടർ തിരൂർ.